നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. നാരായണ നാരായണ നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ
ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോധ്യായഃ സാഖ്യയോഗഃ. ശ്രീഭഗവാനുവാച. 45 മുതൽ 50 ശ്ലോകം വരെ. 45 മുതൽ 50 വരെ. ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വകർമ്മണി യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. 2-ാം അധ്യായത്തിലെ 50-ാം ശ്ലോകം വരെയാണ് ഇപ്പോൾ ചൊല്ലിയത്. കർമ്മയോഗത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന മർമ്മങ്ങൾ സംഗ്രഹിച്ച് പറയുകയാണ് ഭഗവാൻ. ഇതിൻ്റെ വിപുലമായ വിസ്താരമായ ആവിഷ്കാരമാണ് 3-ാം അധ്യായം. അപ്പോൾ ഇവിടെ മനസ്സിലാവാത്തവർക്ക് തുടർന്ന് 3-ാം അധ്യായം കേട്ടുകഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും നീങ്ങും. അതിനെ തുടർന്നിട്ടുള്ള 4ഉം 5ഉം അധ്യായങ്ങളും എങ്ങനെയാണ് കർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്, കർമ്മസന്യാസം എങ്ങനെയാണ്, അത് ക്രമത്തിൽ വിസ്തരിച്ച് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ ഉണ്ട്. ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. ഭഗവാൻ തന്നെ എല്ലാം വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ വ്യാസഭഗവാൻ നമുക്ക് എല്ലാം വ്യാഖ്യാനിച്ച് തരും. ആദിശങ്കര ഭഗവത്പാദനും വ്യാഖ്യാനിച്ചു തരും. പിന്നെ പോരാത്തതിന് ഞാനും എന്നാലാവുന്ന വിധം അതിനെ നിങ്ങൾക്കായിക്കൊണ്ട് അവതരിപ്പിക്കാം. അപ്പോൾ ക്ഷമ മാത്രമേ വേണ്ടൂ നമുക്ക്. ക്ഷമയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ശ്രവിക്കുക. ശ്രദ്ധ, വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ വരാനിരിക്കുന്ന അറിവിന് മുന്നോടിയായി നമുക്കുണ്ടാവേണ്ട ഒരു പ്രിപ്പയർഡ്നെസ്. ആ അറിവ് നമുക്കുണ്ടാവണമെങ്കിൽ അറിവിൻ്റെ മുമ്പുണ്ടാവേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തരും. ആർക്ക് ശ്രദ്ധയുണ്ടോ, ആർക്കാണോ വിശ്വാസവും ക്ഷമയും താല്പര്യവും ഉള്ളത്, അവർക്ക് പിന്നാലെ എത്തിച്ചേരുന്നതാണ്
ജ്ഞാനം. അപ്പം ജ്ഞാനം ഇൻ വെയിറ്റിംഗ് ആണ് ശ്രദ്ധ. ശ്രദ്ധ വിൽ ലീഡ് യു ടു ജ്ഞാനം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യം ശ്രദ്ധ, പിന്നെ ജ്ഞാനം. അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം, ഒരു സത്യം ആണെന്നുള്ളതായിട്ടുള്ള ഒരു ഉറപ്പ്, അത് തന്നെയാണ് ശ്രദ്ധ. ഭാവിയിൽ ജ്ഞാനത്തിലേക്കത് നയിക്കും. ഇപ്പം നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. നമ്മൾ വഴിയിൽ കാണുന്ന ആളുകളോടൊക്കെ വഴി ചോദിക്കും, നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന്. അപ്പോൾ അവർ അറിയുന്നവരാണെങ്കിൽ കൃത്യമായി പറഞ്ഞും തരും. അപ്പോൾ അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പം തന്നെ നമ്മൾ സ്ഥലത്തെത്തുന്നില്ല, അല്ലേ? നമ്മൾ ആ സ്ഥലം കാണുന്നില്ല, എത്തുന്നില്ല. ബട്ട് നമുക്ക് അവരുടെ വാക്കുകളിലൊരു വിശ്വാസം, അതെ അവർ ശരിയായ വഴിക്ക് തന്നെയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാലോ തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ടിടത്ത് എത്തും. അപ്പോൾ നമുക്ക് ജ്ഞാനമാകും. അപ്പോൾ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് വിശ്വാസം അഥവാ ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യബുദ്ധി, അതാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാ അവധാരണ സാ ശ്രദ്ധ കഥിതാ സദ്ഭിഃ യയാ വസ്തു ഉപലഭ്യതേ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യബുദ്ധിയെയാണ് ശ്രദ്ധ എന്ന് പൂർവികരായ ജ്ഞാനികൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന വസ്തു ലഭ്യമാകും. അപ്പോൾ ആദ്യം വസ്തു ലഭിക്കുകയില്ല, അവർ പറഞ്ഞ വഴിക്ക് പോകണം. കാണാത്ത വസ്തുവിനെ നമ്മൾ കണ്ടവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, അവരിലുള്ള വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വസ്തുവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം വരും. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ അത് തന്നെയാണ് വേണ്ടത്. കർമ്മയോഗം എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ, വരും. തീർച്ചയായിട്ടും മനസ്സിലാവാതിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. ഈശ്വരാർപ്പിതമായി ഫലത്തിൽ ആസക്തിയില്ലാതെ, രണ്ട് ഫലമാണെങ്കിലും സിദ്ധിയാണെങ്കിലും അസിദ്ധിയാണെങ്കിലും അതിനെ തുല്യമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുക. ആ സമത്വത്തെ, സമബുദ്ധിയെ യോഗം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമഭാവത്തെ യോഗം എന്ന് വിളിക്കുന്നു എന്ന് ആദ്യം ഒരു നിർവചനം പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് യോഗം. രണ്ടും വരുന്നതിനെ തുല്യമായി സ്വീകരിക്കാനുള്ള ഒരു അഭ്യാസം, അതിനെ യോഗം എന്ന് പറഞ്ഞു. എന്നിട്ട് സാധാരണ കർമ്മം അവരമാണ്. ഏതിനേക്കാൾ? ബുദ്ധിയോഗാത് എന്ന് പറഞ്ഞാൽ കർമ്മയോഗാത് എന്നർത്ഥം. എന്നുവെച്ചാൽ ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ അത് സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടിയ സ്വാർത്ഥ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. കർമ്മയോഗം സാധാരണ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് അർജുന, നീ ബുദ്ധൗ ശരണം അന്വിച്ച, ഈ സമത്വബുദ്ധി യോഗത്തിൽ നീ ശരണം പ്രാപിച്ചാലും, ബലഹേതവഃ കൃപണാഹ, ബലത്തിൻ്റെ കാരണത്തിനായിക്കൊണ്ട് ബലത്തിൽ പ്രേരിതരായിട്ട് കർമ്മം ചെയ്യുന്നവർ അവർ കൃപണാഹ, ദീനാഹ, അയ്യോ പാവങ്ങളാണ്. അവരോട് നമുക്ക് സിമ്പതി ഉണ്ടായിരിക്കട്ടെ. എന്താ കാരണം വെച്ചാൽ അവർ സിമ്പതി അർഹിക്കുന്നു. കാരണം ഇനിയും അവർ സംസാരികളായി തുടരാനാണ് ഭാവം. അവർ രക്ഷപ്പെടാനുള്ള ഭാവമില്ല, കഷ്ടപ്പെടാനാണ് ഭാവം. അപ്പോൾ അവരോട് നമുക്ക് സിമ്പതി അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ബലഹേതവഃ കൃപണാഹ, ബലം ഹേതുവായി പ്രവർത്തിക്കുന്നവർ ദയ അർഹിക്കുന്ന അയ്യോ പാവങ്ങളാണ്, കൃപണന്മാരാണ്. ഇനി മുമ്പ് പറഞ്ഞ ബുദ്ധൗ ശരണം അന്വിച്ച എന്ന് പറഞ്ഞു. ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ഇവിടെ ബുദ്ധി എന്നാൽ സമത്വ ബുദ്ധി യോഗം, കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗത്തെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പ്രയോജനമെന്നാണെങ്കിൽ ബുദ്ധിയുക്തോ ജഹാദീഹ ഉബേ സുകൃത ദുഷ്കൃതേ.
അങ്ങനെ ബുദ്ധിയുക്തനായിട്ടുള്ള ഒരാൾ, കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ ഇവിടെ തന്നെ സുകൃത ദുഷ്കൃതേ ജഹാദി, സുകൃതവും ദുഷ്കൃതവും ഇവിടെ തന്നെ അയാൾ ഉപേക്ഷിക്കുന്നു. കാരണം അയാൾക്ക് രണ്ടിലും താല്പര്യമില്ല. സുകൃത ദുഷ്കൃതങ്ങളിൽ അല്ല അയാളുടെ താല്പര്യം, അഥവാ പുണ്യപാപങ്ങൾ ആർജിക്കലല്ല അയാളുടെ താല്പര്യം. അയാൾ തൻ്റെ മുമ്പിൽ വന്നതായിട്ടുള്ള താൻ ചെയ്യേണ്ട കർമ്മം അത് എന്താണെങ്കിലും, അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നികൃഷ്ട കർമ്മമായിക്കോട്ടെ ശ്രേഷ്ഠ കർമ്മമായിക്കോട്ടെ, ആളുകൾ വിവരമില്ലാത്തവർ ഓരോ രീതിയിൽ അതിനെ നല്ലതും ചീത്തയൊക്കെ ആയിട്ട് പറയും. എന്നാൽ എൻ്റെ മുമ്പിൽ വന്നു ചേരുന്ന കർമ്മം ഏതാണെങ്കിലും, അത് അടിച്ചു വാരാനാണെങ്കിലും അല്ലേ, തുണിയലക്കാനാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും വസ്ത്രം അലക്കാനാണെങ്കിലും പാചകം ചെയ്യാനാണെങ്കിലും അല്ല വലിയ വലിയ വേറെ വല്ല മറ്റുള്ളവർ പറയുന്ന വലിയ ഉദ്യോഗങ്ങളാണെങ്കിലും അതെന്താണെങ്കിലും ഞാനത് ഈശ്വരാർപ്പണമായി ചെയ്യും. ഈശ്വരൻ പ്രസാദിക്കട്ടെ എന്ന ഭാവേന ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യവും പാപവും എന്നെ സ്പർശിക്കുന്നില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അത് ഈശ്വരൻ ഏറ്റെടുത്തോളും. പുണ്യപാപങ്ങൾ ഈശ്വരൻ ഏറ്റെടുത്തോളും, അത് എന്നെ സ്പർശിക്കുന്നില്ല. ആ വാസനകൾ എനിക്ക് ബാക്കി വരുന്നില്ല, ആ വിത്ത് ഞാൻ സഞ്ചയിക്കുന്നില്ല. അപ്പോൾ സുഹൃത ദുഷ്കൃതേ ഉബേ ജഹാദി ഇഹ ജഹാദി, ഇവിടെ തന്നെ ഈ മനുഷ്യജന്മത്തിൽ തന്നെ എനിക്ക് കർമ്മബന്ധങ്ങളെ ഛേദിക്കാൻ കഴിയും, കർമ്മബന്ധങ്ങളെ അഴിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തസ്മാത് യോഗായ യുജ്യസ്വ, അർജുന നീ ആ യോഗത്തിനായിക്കൊണ്ട് ഒരുങ്ങിക്കോളൂ, യോഗത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കൂ, കർമ്മയോഗമായിട്ട് പ്രവർത്തിക്കൂ. എന്താണ് യോഗം? യോഗ കർമ്മസു കൗശലം, ബന്ധ സ്വഭാവമായിരിക്കുന്ന കർമ്മങ്ങളെ മോക്ഷത്തിനായിക്കൊണ്ട് കൺവേർട്ട് ചെയ്യലാണ് കൗശലം. സാധാരണ കർമ്മങ്ങളെല്ലാം ബന്ധന കാരണങ്ങളാകുമ്പോൾ അതേ കർമ്മത്തെ തന്നെ ഈശ്വരാർപ്പിതമായ കർമ്മയോഗമാക്കി ചെയ്യുമ്പോൾ അത് തന്നെ മോക്ഷകാരണമായി പരിണമിക്കുന്നു. ഒരു കർമ്മം, സ്വാർത്ഥ കർമ്മം നമ്മളെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ നിസ്വാർത്ഥ കർമ്മം, കർമ്മയോഗം, ഈശ്വരാർപ്പണമായ കർമ്മം അത് നമ്മൾ മുമ്പ് കെട്ടിയിട്ടുള്ള കെട്ടുകളെയൊക്കെ അഴിക്കുന്നു. അൺബൈൻഡിങ് ആണ്, അൺവൈൻഡിങ് ആണ്. കെട്ടുപെട്ടതൊക്കെ കുരുക്കുകളൊക്കെ അഴിക്കുന്നതാണ് കർമ്മയോഗം. പുതിയ കുരുക്കുകൾ ഇടുന്നതാണ് സ്വാർത്ഥ കർമ്മം. സ്വാർത്ഥ കർമ്മം നമ്മൾ ഓൾറെഡി കർമ്മങ്ങളുടെ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നു. അതിനെ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മോൾക്ക് മോൾ കെട്ടുപെട്ട് ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ് സ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതേ കർമ്മത്തെ തന്നെ നിസ്വാർത്ഥമാക്കി ചെയ്യുമ്പോൾ, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കർമ്മം തന്നെ പക്ഷേ ഈശ്വരാർപ്പണമാക്കി ചെയ്യുമ്പോൾ ഇതുവരെ കെട്ടിയിരുന്ന കെട്ടുകൾ പതുക്കെ അഴിഞ്ഞു തുടങ്ങും, അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു പോകും. നമ്മൾ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകും. അപ്പോൾ കർമ്മത്തെ അൺബൈൻഡിങ് ആക്കി മാക്കലാണ് കൗശലം. അതാണ് യോഗം. യോഗ കർമ്മസു കൗശലം. രണ്ടും കർമ്മമാണ് അല്ലേ? കെട്ടലും അഴിക്കലും കർമ്മമാണ്. അഴിക്കണമെങ്കിലും കർമ്മം വേണം. തന്നെ അഴിയില്ല ഒന്നും. അഴിക്കണമെങ്കിൽ കർമ്മം വേണം. വീണ്ടും വീണ്ടും കെട്ടലല്ല. അപ്പോൾ ഇതുവരയ്ക്ക് കെട്ടലായിരുന്നു, ഇതുവരയ്ക്ക് കെട്ട് മുറുക്കലായിരുന്നു, കുരുക്കലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഊരുകയാണ് വേണ്ടത് എന്നുള്ള ബോധം വേണം. ഇതുവരെ കെട്ടിയതിനെ അഴിക്കുകയാണ് വേണ്ടത്, എങ്കിലേ എനിക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമുള്ളൂ എന്നൊരു നിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോഴാണ് ഇനി ചെയ്യുന്ന കർമ്മങ്ങൾ അത് അഴിക്കുന്ന കർമ്മങ്ങളായി മാറുള്ളൂ. ചില ആളുകൾ ഏതെങ്കിലും കയറുകളൊക്കെ കുരുക്കുപെട്ടാൽ, നൂലൊക്കെ കുരുക്കുപെട്ടാൽ അവരുടെ അടുത്ത് നിവർത്താൻ കൊടുത്താൽ, അതൊന്ന് കുരുക്കൊന്ന് അഴിച്ചു തരൂ എന്ന് പറഞ്ഞു കൊടുത്താൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും നമുക്ക്, അല്ലേ? കാരണം നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ കുരുക്കാക്കിയിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ അയ്യോ അത് അഴിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരിക. അതിനെക്കാട്ടിലും നമ്മൾ ക്ഷമയോടുകൂടെ എവിടെയാണ് കുരുക്ക് പെട്ടിരിക്കണം, എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം, എങ്ങനെയൊക്കെയാണിത് പിണഞ്ഞ് വന്നിരിക്കണത് എന്നൊരു നല്ല
വീക്ഷണം ചെയ്ത് നല്ലോണം നിരീക്ഷിച്ച് എവിടുന്ന് അഴിക്കാൻ തുടങ്ങണം, എവിടുന്ന് അഴിച്ചാൽ കുരുക്ക് മുറുകില്ല എന്ന ബോധത്തോടുകൂടെ നമ്മൾ പതുക്കെ പതുക്കെ അഴിച്ചു തുടങ്ങണം. അല്ല ധൃതി പിടിച്ച് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ, വിവരമില്ലാത്തവരുടെ കയ്യിലൊക്കെ കൊടുത്താൽ കുരങ്ങൻ്റെയിൽ പൂമാല കിട്ടിയ പോലെ ആക്കി തരും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടുകൂടെ കുരുക്കുകൾ അഴിക്കുക. അതുപോലെ ഇവിടെ നമ്മൾ ഇതുവരയ്ക്ക് സ്വാർത്ഥകർമ്മം ചെയ്ത് കുരുങ്ങിപ്പോയിരിക്കുകയാണ്. ഈ കുരുക്കിൽ നിന്ന് നമുക്ക് അഴിച്ച് എടുക്കുകയാണ് വേണ്ടത്. അതിനുള്ളതാണ് ഈ ചെയ്യുന്ന കർമ്മത്തെ തന്നെ ഈശ്വരാർപ്പണമാക്കുക, കർമ്മയോഗമാക്കി മാറ്റുക, ബുദ്ധിയോഗമാക്കി മാറ്റുക. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ആ കൗശലം എന്നുള്ള ശബ്ദമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു അല്ലേ? എന്താണ് കൗശലം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം? കുശലസ്യ ഭാവഃ കൗശലം. കുശലൻ എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല് കൊണ്ടുവരുന്ന കുട്ടിയുടെ പേരാണ്. എന്ന് വെച്ചാൽ അവനെ സ്പെഷ്യലായിട്ട് മിടുക്കൻ എന്ന് പറയും പോലെ വിശേഷിപ്പിച്ചതാണ്. ഹമ്പട മിടുക്ക, കൈമുറിയാതെ നീ ദർഭപ്പുല്ല് കൊണ്ടുവന്നു, സമ്മതിച്ചു എന്ന് ഗുരുനാഥൻ ബ്രഹ്മചാരിയെ, ശിഷ്യനെ വിളിക്കുകയാണ് കുശലഃ. അപ്പൊ കുശം ലാതി ഇതി കുശലഃ. കുശം ലാതി, കുശത്തെ ദർഭയെ ലാതി കൊണ്ടുവരുന്നു. എങ്ങനെ? കൈമുറിയാതെ. സാധാരണ അറിവില്ലാത്തവർ, ക്ഷമയില്ലാത്തവർ ദർഭ പറിക്കാൻ പോയാൽ തീർച്ചയായിട്ടും കൈമുറിയും. ശ്രദ്ധിക്കാതെ അതിൻ്റെ മർമ്മത്തിൽ പിടിക്കേണ്ട രീതിയിൽ പിടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പിടിച്ച് പറിക്കാനായിട്ട് പരിശ്രമിച്ചാൽ ആ ഗ്രാസിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചാൽ, ബ്ലേഡിൽ പിടിച്ചാൽ, രണ്ട് വശവും എഡ്ജ് ബ്ലേഡാണത്, കൈമുറിയും. അപ്പം അതിൻ്റെ കടക്കൽ പിടിക്കണം, മർമ്മത്തിൽ പിടിക്കണം. ശ്രദ്ധയോടുകൂടി കടക്കൽ പിടിച്ചിട്ട് പുഴക്കിയെടുക്കണം ഈ പുല്ലിനെ, കൈമുറിയാതെ. അപ്പം അങ്ങനെ കുശത്തെ മിടുക്കൻ കൊണ്ടുവരുന്നു. കൈമുറിയാതെ കൊണ്ടുവരുന്നവനാണ് കുശലൻ. ആ കുശലന്റെ ഭാവം കൗശലം. അപ്പം അതുപോലെ ബന്ധസ്വഭാവമായ കർമ്മത്തെ മോക്ഷത്തിനാക്കിക്കൊണ്ട് മാറ്റൽ സാമർത്ഥ്യം തന്നെയാണ്, മിടുക്ക് തന്നെയാണ്. ആ മിടുക്കിനെയാണ് അവിടെ കൗശലം എന്ന് പറഞ്ഞത്. കർമ്മയോഗമാക്കി മാറ്റുന്നതിനെയാണ് കൗശലം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഭാഷ്യം കണ്ടിട്ടില്ലായിരുന്നു. ഭാഷ്യം കണ്ടിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ബുദ്ധിയുക്തഃ സമത്വവിഷയാ ബുദ്ധ്യാ യുക്തോ ബുദ്ധിയുക്തോ ജഹാതി പരിത്യജതി ഇഹ അസ്മിൻ ലോകേ ഉഭേ സുകൃതദുഷ്കൃതേ പുണ്യപാപേ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തിദ്വാരേണ യതഃ തസ്മാത് സമത്വബുദ്ധിയോഗായ യുജ്യസ്വ ഗഡസ്വ. ആദ്യത്തെ 3 വരികളുടെ അർത്ഥം പറഞ്ഞു. ബുദ്ധിയുക്ത എന്നുള്ളതിന് സമത്വവിഷയാ ബുദ്ധ്യാ യുക്തോ ബുദ്ധിയുക്ത. സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങൾ, ജയപരാജയങ്ങൾ, സിദ്ധി അസിദ്ധി, ഇത് രണ്ടിനെയും സമമായി സ്വീകരിക്കുന്നവൻ. രണ്ടാണെങ്കിൽ എനിക്ക് സമ്മതം എന്ന് സമമായി സ്വീകരിക്കുന്നവനാണ് ഈ ബുദ്ധിയുക്തൻ. സമത്വവിഷയാ ബുദ്ധ്യായുക്ത. സമത്വവിഷയമായ ബുദ്ധിയോടുകൂടിയവൻ, കർമ്മയോഗ ബുദ്ധിയോടുകൂടിയവൻ. അവൻ ജഹാതി എന്ന് പറഞ്ഞാൽ പരിത്യജതി, ഉപേക്ഷിക്കുന്നു. എവിടെ? ഇഹ, ഇവിടെ തന്നെ. അസ്മിൻ ലോകെ, ഈ ലോകത്ത് തന്നെ, ഈ മനുഷ്യജന്മത്തിൽ തന്നെ. ഉബേ, എന്താ ഉബേ? സുകൃത ദുഷ്കൃതേ പുണ്യപാപേ. പുണ്യപാപങ്ങൾ തന്നെയാണ് സുകൃത ദുഷ്കൃതങ്ങൾ. എങ്ങനെ? സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ. സത്വശുദ്ധി എന്ന് പറഞ്ഞാൽ അന്ധക്കരണശുദ്ധി, ജ്ഞാനപ്രാപ്തിക്കും അധികാരിയായി മാറിക്കൊണ്ട് അങ്ങനെ ഗുരുവിൽ നിന്ന് ജ്ഞാനവും സമ്പാദിക്കുന്നു. അപ്പോൾ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ യതഃ തസ്മാത്, എന്തെന്നാൽ അതുകൊണ്ട് സമത്വബുദ്ധിയോഗായ യുജ്യസ്വ. യോഗായ യുജ്യസ്വ എന്നുള്ളത് സമത്വബുദ്ധിയോഗായ യുജ്യസ്വ. ആ
കർമ്മയോഗത്തിനായിക്കൊണ്ട് ഒരുങ്ങിയാലും, യുജസ്വ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു ഗഡസ്വ, ഗഡിച്ചാലും, ഗഡിക്കുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയാലും, ബി പ്രിപ്പയർഡ് എന്നർത്ഥം. അപ്പൊ സമത്വ ബുദ്ധി യോഗത്തിനായിക്കൊണ്ട് നീ ഒരുങ്ങിയാലും എന്ന് പറഞ്ഞു. യോഗോഹി കർമ്മസു കൗശലം. എന്താണ് യോഗം? കർമ്മസു കൗശലം. സ്വധർമാക്യേഷു കർമ്മസു വർത്തമാനസ്യ യാ സിദ്ധ്യസിദ്ധ്യോഹോ സമത്വബുദ്ധി ഈശ്വരാർപ്പിത ചേതഃ തയാ തത് കൗശലം കുശലഭാവഃ. തദ്ഹി കൗശലം യത് ബന്ധസ്വഭാവാനി അപി കർമാണി സമത്വബുദ്ധ്യാ സ്വഭാവാത് നിവർത്തന്തെ. യോഗ കർമ്മസു കൗശലം എന്നുള്ളതിന് അർത്ഥം പറയണ സ്വധർമാക്യേഷു കർമ്മസു വർത്തമാനസ്യ. ഓരോരുത്തരും അവരവരുടെ സ്വധർമ്മമാകുന്ന കർമ്മങ്ങളിലാണ് വർത്തിക്കേണ്ടത്. അന്യന്റെ കർമ്മത്തിൽ പോയി തലയിടാൻ പോകേണ്ട ആവശ്യമില്ല. അവനവന്റെ സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സ്വധർമ്മമായിരിക്കുന്ന സ്വന്തം ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ വർത്തമാനസ്യ യാ സിദ്ധ്യസിദ്ധ്യോ സമത്വബുദ്ധി. ഏതൊരു സിദ്ധ്യസിദ്ധികളിൽ രണ്ടവസ്ഥയിലും ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും സമത്വബുദ്ധിയുണ്ടോ, ആ സമത്വബുദ്ധി അത് ഈശ്വരാർപ്പിത ചേതഃ, അത് തന്നെയാണ് സമത്വബുദ്ധി. അത് ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുകയാണ്. സിദ്ധിയാണെങ്കിലും അസിദ്ധിയാണെങ്കിലും ഈശ്വരന് എന്ന് സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ട അതിൻ്റെ ബലം, ഞാനത് ഈശ്വരനിൽ സമർപ്പിച്ചു. അപ്പൊ ഈശ്വരാർപ്പിത ചേതഃ തയാ തത് കൗശലം കുശലഭാവ. ആ ഒരു ഭാവം തന്നെ അത് കുശലമാകുന്നു, കുശലഭാവമാകുന്നു. ഇനി കുശലത്തെ ഒന്നുകൂടെ ഇവിടെ വ്യാഖ്യാനിക്കണം. തദ്ഹി കൗശലം, അതാണ് കൗശലം. ഏതൊന്നാണോ ബന്ധസ്വഭാവാനി അപി കർമാണി. സാധാരണ കർമ്മങ്ങൾ ബന്ധസ്വഭാവമാണ്. എല്ലാ കർമ്മങ്ങളും നമ്മളെ ബന്ധിപ്പിക്കും രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കിയിട്ട്. എന്നാൽ സമത്വബുദ്ധിയ സ്വഭാവാത് നിവർത്തന്തേ. ആ ബന്ധസ്വഭാവ കർമ്മങ്ങളിൽ നമ്മൾ സമത്വബുദ്ധിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, അതിൽ ബലാസക്തി ഇല്ലാതെ ഈശ്വരാർപ്പിതമാക്കി ചെയ്യുകയാണെങ്കിൽ അത് സ്വഭാവാത് നിവർത്തന്തേ. അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് അത് പിൻവലിയും. അതിൻ്റെ സ്വഭാവം പ്രവർത്തിക്കില്ല. ഏതിൻ്റെ സ്വഭാവം? കർമ്മത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്. കർമ്മത്തിൻ്റെ സാധാരണ സ്വഭാവം ഒട്ടിപ്പിടിക്കുക എന്നാണ്. ഇത് ഒട്ടിപ്പിടിക്കാതെയാവും. ചക്ക പറിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുക എന്നുള്ളത് സ്വഭാവമാണ്. പക്ഷെ എണ്ണ നല്ലോണം തേച്ചിട്ടാണ് ചക്ക പറിക്കുന്നതെങ്കിൽ സ്വഭാവാത് നിവർത്തന്തേ. ഈ ചക്കയുടെ സ്വഭാവം ഒട്ടിപ്പിടിക്കലാണ്, നിങ്ങൾ എന്ത് തേച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാം. നല്ലോണം കയ്യിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് തേച്ച് നോക്കൂന്ന, എന്നിട്ട് പറിച്ചു നോക്കൂ. വെറുതെ തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. ചില കുട്ടികൾ അങ്ങനെ പറയുമല്ലോ, ഒട്ടുന്ന കാര്യമാണെങ്കിൽ എണ്ണ തേച്ചിട്ടൊന്നും കാര്യമില്ല, എണ്ണ തന്നെ ഒരു പശയല്ലേ, അത് കയ്യിലൊട്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ തർക്കുത്തരം പറയാം അല്ലേ. എണ്ണ തന്നെ കൈനെ അഴുക്കാക്കില്ലേ. ഇനിയിപ്പോൾ എണ്ണയും ചക്കപ്പശയും ഒക്കെ കൂടി കുഴഞ്ഞ് കൈ വൃത്തികേടാവും. അതുകൊണ്ട് ഞാൻ എണ്ണ തേക്കില്ല, ഞാൻ നേരിട്ട് ചക്ക പറിക്കും എന്ന് വാശി പിടിച്ചാൽ ഒട്ടുക നിവൃത്തിയുള്ളൂ. അവരോട് പറയണ, ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അല്പം എണ്ണ പുരട്ടി നോക്കൂ, ഒട്ടില്ല എന്ന്. അതിൻ്റെ സ്വഭാവം പ്രവർത്തിക്കില്ല. അവിടെ ചക്കപ്പശയുടെ സ്വഭാവം എണ്ണയിൽ പ്രവർത്തിക്കില്ല. സ്വഭാവാത് നിവർത്തന്തേ. അതുപോലെയാണ് ഇവിടെ ഒരു എണ്ണ തേക്കലാണ് കർമ്മത്തെ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സമത്വബുദ്ധിയോടുകൂടി കർമ്മയോഗമാക്കി പരിണമിപ്പിക്കുക എന്നത്. അങ്ങനെയാവുമ്പോൾ ഈ ചക്കപ്പശ ഒട്ടില്ല, അതിൻ്റെ സ്വഭാവം ഇവിടെ പ്രവർത്തിക്കില്ല. അത് ഉറപ്പാണ് എന്ന് പറയുക. അതാണ് ഇത് ബന്ധസ്വഭാവാനി അപി കർമാണി. സ്വഭാവേന ബന്ധമാണ് കർമ്മത്തിൻ്റെ ഒരു രീതിയെങ്കിലും സമത്വബുദ്ധി നിങ്ങൾ പരിശീലിക്കുമ്പോൾ സ്വഭാവാത് നിവർത്തന്തേ. അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന്, കർമ്മത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് അത് പിന്തിരിയുന്നു, അത് നടക്കില്ല. തസ്മാത് സമത്വബുദ്ധിയുക്തോ ഭവത്വം. അതുകൊണ്ട് അർജുനനോടുള്ള പ്രത്യേക നിർദ്ദേശം ഭഗവാന്റെ. അതുകൊണ്ട് അർജുന സമത്വബുദ്ധിയുക്തോ ഭവ. നീ ആ സമത്വബുദ്ധിയുക്തനായി ഭവിച്ചാലും, ഈ സമത്വബുദ്ധിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്.
എന്നിട്ട് നീ കർമ്മം ചെയ്ത് നോക്ക. നിന്നിൽ ഒട്ടില്ല ഈ കർമ്മങ്ങളൊന്നും, കർമ്മഫലങ്ങളൊന്നും നിന്നിൽ രാഗദ്വേഷ രൂപത്തിൽ ഒട്ടി നിനക്ക് പിന്നെയും ജന്മങ്ങൾക്ക് സംസാരം വർദ്ധിപ്പിക്കാൻ കാരണമാകുകയില്ല. പേടിക്കണ്ട. ഇത് എന്താ പറയുക, കാലാകാലങ്ങളായിട്ട് പൂർവീകരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പരിശീലിച്ച് പരിശോധിച്ച് തൃപ്തിപ്പെട്ട മാർഗമാണ്. വെൽ പ്രൂവൺ, നന്നായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു രാജപാതയാണ്. ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇതിൻ്റെ അല്പമെങ്കിലും നിങ്ങൾ അനുഷ്ഠിച്ചു നോക്കൂ. നിങ്ങളെ അത് സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും. എല്ലാ ഭയങ്ങളുടെ പരമ്പരകളിൽ നിന്നും അത് നിങ്ങളെ കരകയറ്റും. അതുകൊണ്ട് സമത്വബുദ്ധിയുക്തോ ഭവ. അർജുനൻ മാത്രമല്ല, നമ്മൾക്കൊക്കെ ഉള്ള ഉപദേശമാണ് ഭഗവാന്റെ. അപ്പോൾ ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക്, 51-ാം ശ്ലോകത്തിലേക്ക്. യസ്മാത്, എന്തുകൊണ്ടെന്നാൽ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഇനിയും റീസൺ ഔട്ട് ചെയ്യണം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. അപ്പോൾ അർജുനനോട് തസ്മാത് യോഗായ യുജ്യസ്വ എന്നൊരു നിർദ്ദേശം പറഞ്ഞു. അർജുന, നീ യോഗത്തിനായിക്കൊണ്ട് ഒരുങ്ങൂ എന്ന് പറഞ്ഞു. എന്തിന്? എന്താ എനിക്കതുകൊണ്ട് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് ആ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ ഉള്ള ഗുണം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ദ ബെനിഫിറ്റ്, ആ ഫലശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധിയോഗം അഥവാ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ എന്താണ് പരിണതഫലം, അതിൻ്റെ വരും വരായികകൾ, അതിൻ്റെ ബെനിഫിറ്റ്, ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, ഇതാ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ബുദ്ധിയുക്ത സമത്വബുദ്ധിയുക്താഹ എന്നർത്ഥം. ബുദ്ധിയുക്താഹ മനീഷിണഃ. ആ ബുദ്ധിയുക്തന്മാരെ എന്താ പറഞ്ഞ്? മനീഷിണഃ. മനീഷി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്ന് തന്നെയാണ് അർത്ഥം. മനീഷി എന്ന് പറഞ്ഞാൽ നല്ല വിവേകമുള്ളവർ, വിവേകം പ്രബലമായിരിക്കുന്നവരെയാണ് മനീഷികൾ എന്ന് പറയുക. നല്ല ധീരന്മാർ, ബുദ്ധിമാന്മാർ എന്നൊക്കെ അർത്ഥമാണ് മനീഷി. മനീഷ എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ബുദ്ധി, തെളിഞ്ഞ വിവേക ബുദ്ധിക്ക് പേരാണ് മനീഷ. ആ മനീഷയുള്ളവൻ മനീഷി. അപ്പം നല്ലതും ചീത്തയും നല്ലോണം വ്യക്തമായി തിരിച്ചറിയാൻ കഴിവുള്ള ആള്. ഏതാണ് തനിക്ക് ഹിതകരം, ഏതാണ് തനിക്ക് അഹിതമായിരിക്കുന്നത്, എന്താണ് തനിക്ക് ബന്ധകാരണം, എന്താണ് തനിക്ക് മോക്ഷകാരണം, തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ആളെയാണ് മനീഷി എന്ന് പറയുന്നത്. ഇവിടെ മനീഷ എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക ബുദ്ധി എന്നും പറയാം. മനീഷ എന്നാൽ നിശ്ചയാത്മികയായ ബുദ്ധി, നല്ല തെളിഞ്ഞ നിശ്ചയമുള്ള ബുദ്ധി, കാര്യ അകാര്യ വിവേചനമുള്ള ബുദ്ധിക്ക് പേരാണ് മനീഷ. മനസ്സിനെ ഈശിക്കുവാനുള്ള കഴിവാണ് മനീഷ. മനസ്സിനെ ഈശിക്കുവാനുള്ള കഴിവ് എന്താ? മനസ്സിൻ്റെ സ്വഭാവം, മനസ്സ് എപ്പോഴും സംശയമുണ്ടാക്കലാണ്. സങ്കല്പവികൽപാത്മകം മനഃ. സങ്കല്പവികൽപാത്മകം മനഃ. നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കലാണ് മനസ്സിൻ്റെ പണി.
ഒന്നിലും ഉറപ്പിക്കില്ല മനസ്സ്. അത് വേണ്ടാന്ന്, ഇത് വേണ്ടാന്ന്, അത് അങ്ങനെയാവുന്നു ഇങ്ങനെയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ എപ്പോഴും ഡൗട്ടിങ്, സംശയമാണ് മനസ്സിൻ്റെ സ്വഭാവം. ആ മനസ്സിനെ നല്ലോണം അവിടെ നിൽക്കവിടെ, നിന്റെ സംശയം അവിടെ ഇരിക്കുക. എനിക്ക് ലോജിക്ക് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ടുള്ള നിശ്ചയമുണ്ട്, ഞാനാ പറഞ്ഞത് കേക്ക് എന്ന് പറഞ്ഞ് ലീഡ് ചെയ്യാൻ കഴിവുള്ള ബുദ്ധിയാണ് മനീഷ. അങ്ങനെ വേണം നമ്മൾക്ക്. മനസ്സിനെ ഈശിക്കാൻ കഴിവുള്ള ബുദ്ധി വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ആ ബുദ്ധിയെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ബുദ്ധിയെ മനസ്സ് ഡോമിനേറ്റ് ചെയ്യും. ഈ മനസ്സാണ് നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം. നമ്മൾ ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിനെ നടപ്പിലാക്കാൻ സമ്മതിക്കാത്തത് ഈ മനസ്സാണ്. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ അഴിമതികളും കൊള്ളരുതായ്മകളും ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാ? ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ലായ്മ തന്നെയാണ്. അറിവില്ലാത്തതുകൊണ്ടല്ല, ആർക്കും അറിവില്ലാത്തതുകൊണ്ടല്ല, എല്ലാവർക്കും അറിവൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ശിവശങ്കറിനും എല്ലാവർക്കും വിവരമൊക്കെ ഉണ്ട് അല്ലേ? IAS കാരനാണ് ശിവശങ്കരൻ. പക്ഷെ അയാളുടെ മനസ്സ് സ്വപ്നാടനത്തിലായി. സ്വപ്നയുടെ പുറകിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ പുറകെ പോയി. അതോടുകൂടി അയാളുടെ ധർമ്മം മറന്നു, അയാളുടെ മഹത്വം മറന്നു. താൻ എവിടെ ഇരിക്കേണ്ട ആളാണ്, എവിടെയോ ഇരിക്കേണ്ട ആൾ എത്ര ദിവസം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു അല്ലേ? അപ്പം എന്തില്ല, ആ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിയുടെ സാമർഥ്യം ഇല്ല. ബുദ്ധിക്ക് ആ ഒരു നിശ്ചയം, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള സാമർഥ്യം ഇല്ല. ആ വിവേകം സോളിഡ് അല്ല. അപ്പോൾ മനീഷ എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിയുടെ ആ ഒരു കൺവിക്ഷൻ, സാമർഥ്യം, പിടിച്ചു നിർത്താനുള്ള കഴിവ്, അത് വേണം. അതുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. അതുള്ളവൻ മനീഷി, നല്ല വിവേകമുള്ളവൻ. വരും വരായികകളെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുള്ളത് കൊണ്ട് എന്താണ് തൻ്റെ കർത്തവ്യമെന്ന് നല്ല നിശ്ചയമുള്ളവൻ മനീഷി. അപ്പം അവൻ സമത്വബുദ്ധിയോടുകൂടെ, അതാണ് ബുദ്ധിയുക്താഹ മനീഷിണഃ, ബുദ്ധിയുക്തന്മാരായ സമത്വബുദ്ധിയുക്തന്മാരായ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന, സിദ്ധിയെയും അസിദ്ധിയെയും ഒരുപോലെ സ്വീകരിക്കുന്ന ആ വിവേകികൾ കർമ്മജം ബലം തെക്വാ, കർമ്മജം ബലം തെക്വാ എന്ന് അന്വയിക്കണം. കർമ്മജന്യമായ ഫലത്തെ ഉപേക്ഷിച്ചിട്ട്, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയേ ഇല്ല അവർക്ക്. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ റിസൾട്ട് ഓഫ് ദറ്റ് ആക്ഷൻസ്, വാട്ട് ദേ ആർ ഡൂയിങ്. കർമ്മജം ഫലം തെക്വാ, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്ന ഫലത്തെ പൂർണ്ണമായും അതിലുള്ള ശ്രദ്ധയെ വിട്ട്, അല്ലെങ്കിൽ അതിനെ വിട്ട്, അതിലുള്ള ആസക്തിയെ വിട്ട് കർമ്മജം ബലം തെക്വാ അവരെന്താവുന്നു? ജന്മബന്ധ വിനിർമുക്താഹ, ജന്മമാകുന്ന ബന്ധത്തിൽ നിന്ന് വിശേഷേണ നിതരാം മുക്താഹ. നിർമുക്താഹ എന്ന് പറഞ്ഞാൽ തന്നെ നിതരാം മുക്താഹ, വി എന്ന് ചേർത്തപ്പോൾ വിശേഷേണ നിതരാം മുക്താഹ, നല്ലോണം മുക്തരായിത്തീരുന്നു. അപ്പൊ ജന്മമാകുന്ന ജനനം പുനരഭിമരണം എന്നുള്ള സംസാര പരമ്പരയിൽ നിന്ന് അവര് പെർമനന്റ് മുക്തരായിത്തീരുന്നു. എന്നിട്ടോ പദം ഗച്ഛന്തി അനാമയം, അനാമയം പദം ഗച്ഛന്തി. അനാമയം എന്ന് പറഞ്ഞാൽ ഒരു വറിയും ഇല്ലാത്ത, ആമയമില്ലാത്ത, ഒരു രോഗാദി ദുഃഖങ്ങളോ ദുരിതങ്ങളോ പീഡകളോ ഒന്നുമില്ലാത്ത ആമയരഹിതമായ ദുഃഖരഹിതമായ പദം, സ്ഥാനം ഗച്ഛന്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാലോ മോക്ഷപദം, പൂർണ്ണ സ്വാതന്ത്ര്യം, ആനന്ദപദം, ബ്രഹ്മപദം ഗച്ഛന്തി, ഗമിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിയുക്തന്മാരായ മനീഷികൾ, വിവേകികൾ, കർമ്മയോഗമനുഷ്ഠിക്കുന്ന ബുദ്ധിമാന്മാർ കർമ്മജംബലം തെക്വാ,
കർമ്മജന്യമായ ഫലത്തെ വെടിഞ്ഞ് ജന്മബന്ധ വിനിർമുക്താഹ സന്ന്, ജന്മമാകുന്ന ബന്ധത്തിൽ നിന്ന് മുക്തന്മാരായിട്ട് അനാമയം പദം ഗച്ഛന്തി, ആമയരഹിതമായ പദത്തെ പ്രാപിക്കുന്നു, സ്വസ്ഥമായ പദത്തെ പ്രാപിക്കുന്നു, ആനന്ദപദത്തെ പ്രാപിക്കുന്നു, ശാശ്വത പദത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു, മോക്ഷപദത്തെ പ്രാപിക്കുന്നു, നിർവാണപദത്തെ പ്രാപിക്കുന്നു, കൈവല്യപദത്തെ പ്രാപിക്കുന്നു. ഏത് പദം വേണമെങ്കിലും ഉപയോഗിക്കാം. ധ്രുവപദത്തെ പ്രാപിക്കുന്നു. രാവിലെ ധ്രുവചരിതം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വായിച്ചപ്പോൾ, ധ്രുവൻ ഒരു പദത്തെ പ്രാപിച്ചു. ഏത് പദം? പെർമനന്റ് ആയിട്ടുള്ള പദം. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നൊക്കെ ഇനി ഭഗവാൻ 15-ാം അധ്യായത്തിൽ പറയും. യദ്ഗത്വാന നിവർത്തന്തേ, എവിടെ എത്തിക്കഴിഞ്ഞാൽ, ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരത്തിൽ കിടന്ന് ചക്രശ്വാസം വലിക്കില്ലയോ, ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരില്ലയോ, വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന ഈ ചക്രത്തിലേക്ക് വന്ന് വീഴില്ലയോ, ആ സ്വതന്ത്രമായ ഉന്നതമായ ആ സ്ഥാനത്തെ പ്രാപിക്കുന്നു. പദം ഗച്ഛന്തി അനാമയം. അത് സ്വർഗമൊന്നുമല്ല, അത് സ്വർഗമൊന്നുമല്ല, അത് ശാശ്വതമായ പദം. സ്വർഗം എന്നൊക്കെ ഉള്ളത് തട്ടിപ്പാണ്, നമ്മളെ പറ്റിക്കാനുള്ള സ്ഥലമാണ് സ്വർഗം. എനിക്ക് സ്വർഗമൊന്നും വേണ്ട, എനിക്ക് സ്വർഗം വേണ്ട. നിങ്ങൾക്ക് വേണോ? വഞ്ചിക്കപ്പെടും. സ്വർഗം കൊള്ളില്ല. അതൊക്കെ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. പദം ഗച്ഛന്തി അനാമയം, അനാമയം പദം ഗച്ഛന്തി, ആമയരഹിതമായ പദവിയെ പ്രാപിക്കുന്നു, സ്ഥാനത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ബുദ്ധിയുക്താഹ മനീഷിണഃ കർമ്മജം ബലം ത്യക്ത്വ ജന്മബന്ധ വിനിർമുക്താഹ സന്ന് അനാമയം പദം ഗച്ഛന്തി. അതിൻ്റെ ഭാഷ്യം കാണാം. കർമ്മജം ഫലം ത്യക്ത്വ ഇതി വ്യവഹിതേന സംബന്ധഃ. ഇവിടെ കർമ്മജം എന്ന് പറഞ്ഞ് ബുദ്ധിയുക്താഹ എന്നാണല്ലോ ശ്ലോകം. അപ്പോൾ ആചാര്യ ഭഗവത്പാദരെ താഴെയുള്ള ഫലം ത്യക്ത്വ എന്നുള്ളത് ഇവിടേക്ക് എടുക്കണം എന്ന് പറയണം, അന്വയിക്കണം. കർമ്മജം ഫലം ത്യക്ത്വ, കർമ്മജന്യമായ ഫലത്തെ ഉപേക്ഷിച്ച് ഇതി, ഇങ്ങനെ വ്യവഹിതേന സംബന്ധഃ, ഇത് തമ്മിൽ ബന്ധിപ്പിക്കണം, അന്വയിക്കണം. അപ്പം എന്താണ് കർമ്മജം ഫലം? ഇഷ്ടാനിഷ്ടദേഹപ്രാപ്തി കർമ്മജം ഫലം. കർമ്മഭ്യോ ജാതമിതി കർമ്മജം, കർമ്മങ്ങളിൽ നിന്ന് ജനിക്കുന്നത് കർമ്മജം. അപ്പോൾ എന്താണത്? ഇഷ്ടാനിഷ്ട ദേഹപ്രാപ്തി, അനേക ദേഹങ്ങൾ ലഭിക്കലാണ് കർമ്മജം ഫലം. ആദ്യം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കും, പിന്നെ ഇഷ്ടമല്ലാതാവും. അതുകൊണ്ട് അനിഷ്ടം എന്ന് പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ, നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഒരിക്കൽ ഇഷ്ടമാണെന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കല്പിച്ച് തിരഞ്ഞെടുത്തതാണ്, പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതായി. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം അത് അനുഭവിച്ചേ പറ്റൂ. നിങ്ങളായിട്ട് തിരഞ്ഞെടുത്തതാണ്, ഇഷ്ടപ്പെട്ടെടുത്തതാണ്, കുറച്ച് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അനുഭവിക്കുകയാണ്. ഇനി അനിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാതെ തന്നെ ജന്തുക്കളുടെ ശരീരങ്ങളൊക്കെ എടുക്കേണ്ടി വരും. നമ്മുടെ കർമ്മഫലമായിട്ട്, നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് കൃമികളായിട്ടും കീടങ്ങളായിട്ടും പല ജന്തുക്കളായിട്ടും ഇഴജന്തുക്കളായിട്ടും പക്ഷികളായിട്ടും ജലജന്തുക്കളായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരും. അത് അനിഷ്ടമാണ് നമുക്ക്. മനുഷ്യ ശരീരാദികൾ ഇഷ്ട ശരീരം, ഇഷ്ടദേഹം. അപ്പോൾ ഇഷ്ടവും അനിഷ്ടവുമായിട്ടുള്ള ദേഹപ്രാപ്തി ഉണ്ടാവും നമ്മുടെ കർമ്മഫലമായിട്ട്. ഇഷ്ടാനിഷ്ട ദേഹപ്രാപ്തി കർമ്മജം ബലം, കർമ്മങ്ങളിൽ നിന്ന് ജനിച്ചത്. ബുദ്ധിയുക്താഹ, ബുദ്ധിയുക്താഹ സമത്വബുദ്ധിയുക്താഹ, ഈ പറഞ്ഞ സിദ്ധിയിലും അസിദ്ധിയിലും സമത്വബുദ്ധി പ്രാക്ടീസ് ചെയ്യുന്നവൻ, രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറുള്ളവൻ. സമത്വബുദ്ധിയുക്താഹ, ഹി എന്നുള്ളതിന് യസ്മാത് എന്തെന്നാൽ ഫലം ത്യക്ത്വ, ത്യക്ത്വ പരിത്യജ്യ, ഫലത്തെ ഉപേക്ഷിച്ച് മനീഷിണഃ, മനീഷിണഃ എന്നുള്ളതിന് ജ്ഞാനിനോ ഭൂത്വ,
ജ്ഞാനികളായി ഭവിച്ചിട്ട്, മനീഷി എന്നുള്ളതിലൂടെ ജ്ഞാനി എന്നർത്ഥം പറഞ്ഞു. ജ്ഞാനിനോ ഭൂത്വ ജന്മബന്ധ വിനിർമുക്താഹ. ജന്മയേവ ബന്ധ ജന്മബന്ധ. ജന്മം തന്നെയാണ് ബന്ധം, വാസ്തവത്തിൽ ജനനം തന്നെയാണ് ബന്ധം. അപ്പൊ അങ്ങനെ ജന്മബന്ധത്തിൽ നിന്ന് തേന വിനിർമുക്താഹ ജീവന്തഃ ഏവ ജന്മബന്ധ വിനിർമുക്താഹ സന്തഃ. ജീവന്തഃ ഏവ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കേ തന്നെ ജന്മകർമ്മങ്ങളിൽ നിന്നെല്ലാം ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തരായിട്ട് അവരെയാണ് ജീവൻ മുക്തർ എന്ന് പറയുന്നത്. ജീവന്നേവ മുക്ത, ജീവിച്ചിരിക്കെ തന്നെ മുക്തരാണ്, ഇവിടെ തന്നെ മുക്തരാണ്. അവർ ശരീരത്തിൽ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്, നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ അവർ ജീവിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഒരു ശരീരം അവർക്കുണ്ട്, നമ്മളെപ്പോലെ സംസാരിക്കുന്നുണ്ട്, നമ്മളെപ്പോലെ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ അല്ല അവര്. അതാണ് ജീവൻ മുക്തർ എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കെ തന്നെ മുക്തരാണ്. നമ്മൾ ഈ സംസാരത്തിൽ മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവർ വെള്ളം കുടിക്കാതെ മലർന്നു കിടക്കണു. അവർ ഈ സാഗരത്തിൽ മുങ്ങുന്നില്ല. അതാണ് ജീവൻ മുക്ത. അപ്പോൾ ജന്മയേവ ബന്ധോ ജന്മബന്ധ തേന വിനിർമുക്താഹ ജീവന്തയേവ ജന്മബന്ധ വിനിർമുക്താഹ സന്തഃ. പദം, പദം എന്നുള്ളതിലൂടെ അർത്ഥം പറയണു പരമം, പരമമായ പദം. വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെ പദം. മോക്ഷാഖ്യം, മോക്ഷമെന്നറിയപ്പെടുന്ന ആ വിഷ്ണുവിൻ്റെ പദത്തെ പ്രാപിക്കുന്നു. ഗച്ഛന്തി അനാമയം. അനാമയത്തിന് അർത്ഥം പറയണ സർവ ഉപദ്രവരഹിതം ഇത്യർത്ഥ. ഒരു ഉപദ്രവവുമില്ലാത്ത പദം, ഒരു ശല്യവുമില്ല അവിടെ, നിഴല് പോലുമില്ല, വെളിച്ചം മാത്രമേ ഉള്ളൂ. വൈകുണ്ഠം എന്ന് പറയുന്നത് അത് തന്നെയാണ്. വൈകുണ്ഠം, കുണ്ഠതകളൊന്നുമില്ലാത്ത സ്ഥാനം, അനാമയം പദം. അപ്പൊ സർവ ഉപദ്രവരഹിതം ഇത്യർത്ഥ. അഥവാ ബുദ്ധിയോഗ ധനഞ്ജയ ഇത്യാരഭ്യ പരമാർത്ഥ ദർശന ലക്ഷണായേവ സർവതഃ സംപ്ലുതോദക സ്ഥാനീയ കർമ്മയോഗജ സത്വശുദ്ധിജനിത ബുദ്ധി ദർശിത സാക്ഷാൽ സുകൃത ദുഷ്കൃത പ്രഹണാദി ഹേതുത്വ ശ്രവണാത്. അപ്പൊ ഇവിടെ ബുദ്ധിയോഗാത് ധനഞ്ജയ എന്ന് തുടങ്ങിയുള്ള ഭാഗം കൊണ്ട് ബുദ്ധിയോഗാത് ധനഞ്ജയ എന്നത് ഏത് ശ്ലോകത്തിലായിരുന്നു? ആ 49 തന്നെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. അവിടുന്ന് ആരംഭിച്ച് ബുദ്ധിയോഗ ധനഞ്ജയ ഇത്യാരഭ്യ, മറ്റ് സാധാരണ കർമ്മത്തേക്കാൾ ബുദ്ധിയോഗം ശ്രേഷ്ഠമാകുന്നു, അല്ലെങ്കിൽ ബുദ്ധിയോഗത്തേക്കാൾ സാധാരണ കർമ്മം നികൃഷ്ടമാകുന്നു എന്ന് പറഞ്ഞ് പരമാർത്ഥ ദർശന ലക്ഷണായേവ, പരമാർത്ഥ ദർശന ലക്ഷണമായിരിക്കുന്ന സർവത സംപ്ലുതോദക സ്ഥാനീയ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെയുള്ള ആ ഒരു നിറവിൻ്റെ അവസ്ഥയെ കർമ്മയോഗജ സത്വശുദ്ധിജനിത ബുദ്ധി ദർശിത. കർമ്മയോഗം കൊണ്ട് എന്താ ഉണ്ടാവുക? അന്ധക്കരണശുദ്ധി, സത്വശുദ്ധി ജനിത ബുദ്ധി, അന്ധക്കരണശുദ്ധി ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് സാക്ഷാൽ സുകൃത ദുഷ്കൃത പ്രഹണാദി ഹേതുത്വ ശ്രവണാത്. അതെന്താണ്? പ്രത്യക്ഷമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സുകൃത ദുഷ്കൃതങ്ങളെ നശിപ്പിക്കുന്നു. പുണ്യപാപ വാസനകളെ രണ്ടിനെയും നശിപ്പിച്ച് ശുദ്ധീകരിക്കുന്നു. അന്ധക്കരണത്തെ പൂർണ്ണമായി പാപങ്ങളിൽ നിന്നും പുണ്യങ്ങളിൽ നിന്നും രണ്ട് വാസനകളിൽ നിന്നും. കാരണം രണ്ട് വാസനകളും ബന്ധങ്ങളാണ്. പുണ്യവാസനകളും ബന്ധമാണ്,
പാപവാസനകളും ബന്ധമാണ്. ഒന്ന് ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ ഒന്ന് സ്വർണ്ണ ചങ്ങലാന്നേ ഉള്ളൂ. പുണ്യം സ്വർണ്ണച്ചങ്ങല, പാപം ഇരുമ്പ് ചങ്ങല. രണ്ടും ചങ്ങല തന്നെയാണ്. പുണ്യവും നമ്മളെ ബന്ധിക്കും. അപ്പോൾ രണ്ടിൽ നിന്നും മോചനം വേണം. ആ പുണ്യപാപങ്ങളാകുന്ന കർമ്മബന്ധങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായും മുക്തമാക്കുന്നു ഈ കർമ്മയോഗം എന്ന് ഇത്രയും നേരം പറഞ്ഞു എന്ന് ആചാര്യ ഭഗവത്പാദര് പറയുന്നത് ദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ ബുദ്ധിയാണ് ദർശിത. സാഖ്യബുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുകയാണ് യോഗബുദ്ധി. യോഗബുദ്ധി കൊണ്ട് നമ്മൾ സാഖ്യബുദ്ധിക്ക് അർഹരായിത്തീരുന്നു. യോഗാനുഷ്ഠാനത്തിലൂടെ, കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ, സമത്വബുദ്ധിയുടെ പ്രാക്ടീസിലൂടെ ഉള്ളിലുള്ളതായിട്ടുള്ള കർമ്മവാസനകൾ പൂർണ്ണമായി ക്ഷയിച്ച് അന്ധക്കരണ ശുദ്ധി, സത്വശുദ്ധി ഉണ്ടാകുന്നു. ജ്ഞാന പ്രാപ്തിക്ക് നമ്മൾ യോഗ്യരായിത്തീരുന്നു. നമ്മൾ ഏത് ഉപദേശം കിട്ടിയാലും ഗുരുക്കന്മാരിൽ നിന്ന് തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ തെളിഞ്ഞു പ്രകാശിക്കാനുള്ള ഒരു പാകത നമുക്കുണ്ടാകുന്നു, ഒരു ബ്രില്യൻസ്. ആ മഹാവാക്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യാർത്ഥം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കണമെങ്കിൽ അതിന് നമുക്കൊരു യോഗ്യത വേണം. ആ യോഗ്യത നമ്മൾ സമ്പാദിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് ഏത് ഗുരുവിൻ്റെ മുമ്പിൽ ചെന്നിരുന്നാലും ആ ഗുരു നമ്മളോട് ചുരുങ്ങിയ വാക്കുകളെ പറയേണ്ടി വരുള്ളൂ. തത്വമസി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് നന്നായിട്ട് പ്രകാശിക്കും. നേരെ മറിച്ച് ഒരു പ്രാകൃതനോട് തത്വമസി എന്ന് പറയുമ്പോൾ അവന് ദേഹാഭിമാനമാണുള്ളത്. ആ ദേഹത്തിലാണ് അവൻ ഞാൻ ഈശ്വരനാണെന്ന് ഭാവിക്കുക. രാക്ഷസന്മാരെ പോലെ, അസുരന്മാരെ പോലെ ഞാൻ ഈശ്വരനാണെന്ന് ദേഹത്തിൽ അഭിമാനിക്കും. ആ ദേഹതലത്തിലല്ല ഞാൻ ഈശ്വരനാകുന്നത്, ആത്മതലത്തിലാണെന്ന് അറിയാൻ അതിനൊരു അന്ധക്കരണ ശുദ്ധി വേണം. അപ്പോൾ അതിലേക്കാണത് അടുത്ത ശ്ലോകം പോകുന്നത്. അതിലേക്കാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ നമ്മളെ കൊണ്ടുപോകുന്നത്. അടുത്ത ശ്ലോകവും മുൻ ശ്ലോകവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കണ്ടേ? അതാണ്. അപ്പോൾ യോഗാനുഷ്ഠാന ജനിത സത്വശുദ്ധിജ ബുദ്ധി കഥാ പ്രാപ്യതേ ഇത്യുച്യതേ. യോഗാനുഷ്ഠാന ജനിതമായ സത്വശുദ്ധിജ ബുദ്ധി, അന്ധക്കരണം ശുദ്ധമായിട്ടുള്ള ഒരവസ്ഥ, ആ ഒരു ബുദ്ധി നമുക്ക് സാഖ്യബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം നേടാനുള്ള ഒരു പാകത കഥാപ്രാപ്യതേ ഇത്യുച്യതേ. എപ്പോഴാണ് നമ്മൾ പ്രാപിക്കുക എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ് അടുത്ത ശ്ലോകം. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാ എപ്പോഴാണോ തേ ബുദ്ധി എന്ന് അന്വയിക്കണം. തേ ബുദ്ധി നിന്റെ ബുദ്ധി അർജുന മോഹകലിലം വ്യതിതരിഷ്യതി, ഉള്ളിലുള്ള മോഹകലിലങ്ങളെ വിശേഷേണ അതിതരണം ചെയ്യുന്നത്. എപ്പോൾ നിന്റെ ബുദ്ധിയിലുള്ള മോഹകലിലങ്ങളെ നിന്റെ ബുദ്ധി അതിക്രമിക്കുമോ? അപ്പോൾ ബുദ്ധിയിൽ ധാരാളം മോഹകലിലമുണ്ട്. കലിലം എന്നാൽ കലുഷം, കൽമഷം, അഴുക്ക് എന്നൊക്കെ അർത്ഥം, കളങ്കം. അപ്പോൾ ഇതുവരെയുള്ള തെറ്റിദ്ധാരണകളുടെ, അതാണ് മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണകളുടെ ഒരു കൂടാണ് നമ്മുടെയൊക്കെ ബുദ്ധി. അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടിയിട്ടുണ്ട് വേണ്ടാത്ത കൺസെപ്റ്റുകൾ മുഴുവൻ. മിസ്കൺസെപ്ഷൻസ് ആണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്, മൂഢതയാണ്. തെറ്റിദ്ധാരണകളുടെ കൂമ്പാരമാണ് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ തെറ്റിദ്ധാരണകളുടെ കൂമ്പാരം നീങ്ങുക? നല്ല വെളിച്ചമുണ്ടാവണം, അതല്ലെങ്കിൽ കഴുകിക്കളയണം. അപ്പോൾ ഇവിടെ കഴുകിക്കളയൽ പ്രോസസ്സായിരുന്നു കർമ്മയോഗം.
ഈ തെറ്റിദ്ധാരണകളുടെ അടുക്കുകളെ, പുതപ്പുകളെ, മൂടലുകളെ, ചപ്പു ചവറുകളെയൊക്കെ നമ്മൾ നമ്മുടെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് നീക്കിക്കളഞ്ഞു. ഇപ്പോൾ അടിച്ചു വാരി ശുദ്ധമാക്കി, ബുദ്ധി തെളിഞ്ഞു. അതാണ് എപ്പോഴാണോ നീ നിന്റെ ബുദ്ധിയിലുള്ള ഈ മോഹകാലുഷ്യങ്ങളെയൊക്കെ അതിക്രമിക്കുന്നത്, തേ ബുദ്ധി മോഹകലിലം യഥാ വ്യതിതരിഷ്യതി, എപ്പോഴാണോ വ്യതിതരിക്കുന്നത്, വിശേഷേണ അതിതരിക്കുന്നത്, അതിക്രമിക്കുന്നത്, അപ്പുറത്തേക്ക് കടക്കുന്നത് എന്നൊക്കെ അർത്ഥം. തഥാ അപ്പോൾ ഗന്ധാസി നിർവേദം, അപ്പോഴാണ് നീ നിർവേദ അവസ്ഥയെ പ്രാപിക്കുക. നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യത്തിൻ്റെ ഒരു ഭാവം, ഒന്നിലും കൊതിയില്ലാത്ത ഭാവം, ഒന്നിനോടും ഭ്രമമില്ലാത്ത ഭാവം. അതാണ് ഇവിടെ ശ്രോതവ്യസ്യ ശ്രുതസ്യ എന്നും പറഞ്ഞത്. ശ്രോതവ്യം എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ളത്, കേൾക്കപ്പെടേണ്ടത്, കേൾക്കേണ്ടത്, കേൾക്കാനുള്ളത് എന്നൊക്കെ അർത്ഥം. ഭാവിയിൽ കേൾക്കാനുള്ളത് ശ്രോതവ്യം. ശ്രുതം എന്ന് പറഞ്ഞാലോ ഇതുവരെ കേട്ടത്. അപ്പൊ ഇതുവരെ കേട്ടതും ഇനി കേൾക്കാനുള്ളതുമായിരിക്കുന്ന സർവത്തെക്കുറിച്ചുമുള്ള എന്തുണ്ടാവണു? വൈരാഗ്യമുണ്ടാകുന്നു. ഒന്നിനോടും ഒരു രാഗവും ഇല്ലാതാവുന്നു. നിർവേദം, ഇവിടെ നിർവേദത്തിനെ വൈരാഗ്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. വൈദികങ്ങളായ കർമ്മങ്ങളിൽ പോലും ഒരു താല്പര്യവുമില്ലായ്മ, അതാണ് നിർവേദം. വൈദികങ്ങളായ കർമ്മങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേദങ്ങൾ നമ്മളോട് പ്രേരിപ്പിക്കുന്നു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്താൽ ഇന്ന ഫലം, ഇത് ചെയ്താൽ ഇന്ന ഫലം എന്ന് പറഞ്ഞ് യാമിമാ പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരഥാഃ പാർത്ഥ നാന്യതസ്തീതി വാദിനഃ കാമാത്മാന സ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുളാം ഭോഗൈശ്വര്യ ഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനെന്നൊക്കെ ഭഗവാൻ മുമ്പേ പറഞ്ഞ മോഹിപ്പിക്കുന്നതായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇന്ന കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന സ്വർഗം, ഇന്ന ഫലം, ഇന്ന സുഖം എന്ന് പറഞ്ഞ് ഓരോ ഫലങ്ങളെ കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിക്കലാണ് വേദത്തിലെ കർമ്മകാണ്ഡങ്ങൾ. ആ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതെ ആവുക, അതാണ് നിർവേദം. നിർഗതമായ വേദം, വേദത്തിൽ നിന്ന് നിർഗമിച്ച അവസ്ഥ, വൈദിക കർമ്മങ്ങളിൽ നിന്ന് പോലും വിരക്തി. ഓ, ഇതൊക്കെ ഇതായിരുന്നു അല്ലേ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മുടെ പ്രാചീന ബർഹിസ് എങ്ങനെയാണോ നാരദോപദേശം കേട്ട് പുരഞ്ജനോപാഖ്യാനം കേട്ട് രക്ഷപ്പെട്ടു പോയത്, മക്കൾ വരുന്നത് പോലും കാത്തിരിക്കാതെ അല്ലേ, തപസ്സിന് പോയ പ്രചേതസ്സുകൾ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാതെ, രാജ്യത്ത് അടുത്ത അവകാശിയെ സ്ഥാപിക്കാതെ രാജ്യത്തെ അനാഥമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഇതാണ് സുവർണ അവസരം ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, വേദം പറഞ്ഞിട്ടുണ്ട്, എന്നാണോ നിങ്ങൾക്ക് വൈരാഗ്യം പൂർണ്ണമാകുന്നത് അന്ന് വിട്ടോളൂ, അന്ന് സ്ഥലം വിട്ടോളൂ എന്ന് ശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം വരും വരായികൾ അല്ലെങ്കിൽ തൻ്റെ നാട്ടിൻ്റെ സുരക്ഷിതത്വം, തൻ്റെ പ്രജകളുടെ ക്ഷേമം, അതൊക്കെ അദ്ദേഹം മറന്നുകൊണ്ട് അദ്ദേഹം പൂർണ്ണ വിരക്തനായിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. അതുകൊണ്ടാണ് പ്രചേതസ്സുകൾ തപസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാട് മുഴുവൻ കാടായിരുന്നു അല്ലേ, എല്ലായിടത്തും വൃക്ഷങ്ങൾ നിറഞ്ഞ് കാലുകുത്താൻ സ്ഥലമില്ല. അപ്പോഴാണ് പ്രചേതസ്സുകൾക്ക് ദേഷ്യം വന്ന് കോപം അവരുടെ മുഖത്തു നിന്ന് അഗ്നിയായി വന്ന് വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചന്ദ്രൻ ഇടപെട്ട് പ്രചേതസ്സുകളെ ശമിപ്പിച്ചത്, അഗ്നിയെ പിൻവലിപ്പിച്ചത്. എന്നിട്ടാണ് ഈ വനസ്പതികളുടെ സഹോദരിയായ മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അതിൽ ദക്ഷൻ എന്ന പുത്രൻ ഉണ്ടാകുന്ന കഥയൊക്കെ ഓർക്കുക. അപ്പോൾ ഭാഗവതമൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയുക. അപ്പോൾ ആ പ്രാചീന ബർഹിസിൻ്റെ അവസ്ഥ, പ്രാചീന ബർഹിസ് നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നൊരു കർമ്മടനായിരുന്നു.
അദ്ദേഹം അതിൽ നിർവേദം വന്നതോടുകൂടി എല്ലാം വിട്ടേച്ച് സ്ഥലം വിട്ടു. വൈരാഗ്യം വന്നു. വേദങ്ങളിലുള്ള ആ താല്പര്യം പോലും അദ്ദേഹത്തിന് ഉപേക്ഷിച്ചു എന്നർത്ഥം. അതാണ് നിർവേദം. ഉപനിഷത്തിന്റെ ഭാഷയാണ്. നിർവേദമായാത് നാസ്തി അകൃതകൃതേന. മുണ്ടകോപനിഷത്ത് പറഞ്ഞതാണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കുന്നതായിട്ടുള്ള അനുഭവ പരമ്പരകളെ നല്ലപോലെ വിമർശന ബുദ്ധിയ വിചാരം ചെയ്ത് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ, ഒരു വിവേകി, ഒരു ജ്ഞാനി എന്ത് ചെയ്യണം? വിവേകമുള്ള ഒരാൾ, ബ്രഹ്മാന്വേഷണം ചെയ്യുന്ന ഒരാൾ നിർവേദമായാത്, ഇതിൽ നിന്നൊക്കെ നിർവേദത്തെ പ്രാപിക്കണം. നാസ്തി അകൃത കൃതേന. കൃതേന കൃതേന എന്ന് പറഞ്ഞാൽ കർമ്മണ, കർമ്മം കൊണ്ട് അകൃതമായ ആനന്ദം ലഭിക്കാൻ പോകുന്നില്ല. ആനന്ദം എൻ്റെ സ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. അതിന് നിർമ്മിക്കേണ്ട കാര്യമില്ല. അത് കർമ്മം കൊണ്ട് നേടേണ്ടതല്ല, അത് സ്വതസിദ്ധമായിട്ടുള്ളതാണ്. അതിനെയാണ് ഞാൻ ഇത്രയും കാലം വിവരമില്ലാത്തതുകൊണ്ട് അന്വേഷിച്ച് നടന്നത്. ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് തദ് വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ തത്വമറിയാൻ ആത്മതത്വോപദേശത്തിനായിക്കൊണ്ട് ഗുരുവിനെ സമീപിക്കണം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ളൊരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരു ഈ ആത്മതത്വം ഉപദേശിക്കും. അപ്പൊ അതിന് പാകമായി തെളിഞ്ഞു, ഉള്ളം തെളിഞ്ഞിരിക്കുകയാണ്. ആ തെളിഞ്ഞ ഉള്ളത്തില് ഈ തത്വമസി മഹാവാക്യം ഉപദേശിച്ചാൽ ഉടനെ കത്തും. കത്താൻ പാകത്തിനായിട്ടുണ്ട്. നനഞ്ഞ വിറകല്ല, നല്ലോണം ഉണങ്ങിയ വിറകാണ്, ഇന്ധനമാണ്. ഒന്ന് ചെറുതായിട്ടൊരു ഇഗ്നീഷൻ കിട്ടിയാൽ മതി, കത്തിപ്പിടിക്കും. അല്ലാതെ നനഞ്ഞ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല, അല്ലേ? ഈ കർമ്മവാസനകൾ ധാരാളം ഉള്ളവർക്ക് എന്തുപദേശിച്ചിട്ടും കാര്യമില്ല. തൽക്കാലം ഒന്നും പിടിക്കാൻ പോണില്ല, പുകഞ്ഞിരിക്കും. ആ പുകഞ്ഞ അവസ്ഥയല്ല ഈ ഒരു വൈരാഗ്യം വന്നതായിട്ടുള്ള ഒരാൾക്ക്. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾക്ക് ഇത് പ്രകാശിക്കുക ഉള്ളിൽ, ഈ ആത്മബോധം. അതാണ് ഇവിടെ നിർവേദം എന്ന് പറഞ്ഞത്. തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഇനി കേൾക്കാനുള്ളത്, ഇവിടെ കേൾക്കാനുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഉപലക്ഷണമാണ്. എന്ന് വെച്ചാൽ കാണാനുള്ളത്, അനുഭവിക്കാനുള്ളതല്ല. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിക്കാനുള്ളതിൻ്റെ പ്രതീകമായിട്ട് കേൾക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞു. കാണാനുള്ളതാവാം, രസിക്കാനുള്ളതാവാം, സ്പർശിക്കാനുള്ളതാവാം, ഘ്രാണിക്കാനുള്ളതാവാം. എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ ഇനി അനുഭവിക്കാനുള്ളത്. ഇനി ശ്രുതസ്യ എന്നതുകൊണ്ട് കേട്ടത് എന്ന അതുകൊണ്ട് ഉപലക്ഷണമാവുന്നത് ഇതുവരെ അനുഭവിച്ചത്. എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ഭക്ഷിച്ചു, എന്തൊക്കെ സ്പർശിച്ചു, എന്തൊക്കെ ഘ്രാണിച്ചു, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും എന്തൊക്കെ അനുഭവിച്ചു, അത് ശ്രുതസ്യ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കി. അപ്പോൾ ഇനി കേൾക്കാനുള്ളതും ഇതുവരെ കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നിർവേദത്തെ പ്രാപിക്കുന്നു. അർജുനനോട് പറയണ നിർവേദം ഗന്ധാസി, ഉറപ്പിച്ച് പറയണ നിന്റെ കാര്യമാണ് പറയണ അർജുന. വേറെ ആരുടെയെങ്കിലും കാര്യമില്ല. ആരോ ഏതോ കാലത്ത് പ്രാപിച്ചു എന്നല്ല പറയണത്, ഒരു ചാൻസ് ഉണ്ട് എന്നല്ല പറയണത്. ഡെഫിനറ്റ് ആയിട്ട് യു വിൽ എന്ന് ഉറപ്പിച്ച് പറയണ ഗന്ധാസി എന്നുള്ള ക്രിയ. നീ ഗമിക്കും, നീ അതിനെ പ്രാപിക്കും. നിർവേദം ഗന്ധാസി, നീ ആ ഒരു അവസ്ഥയെ പ്രാപിക്കും. അപ്പോൾ നിന്റെ ബുദ്ധി ഈ മോഹകലിലത്തെ തരണം ചെയ്യണം. നിന്റെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ തീരണം, നിന്റെ ഉള്ളിലുള്ള കാലുഷ്യങ്ങൾ പോകണം, നിന്റെ കർമ്മവാസനകൾ ഇല്ലാതെയാവണം. ആ കർമ്മവാസനകൾ ഇല്ലാതെയാവാൻ നീ ആദ്യം ഈ കർമ്മയോഗം അഭ്യസിക്കണം. ഈ സമത്വ ബുദ്ധിയെ പ്രാക്ടീസ് ചെയ്യണം. ഈ സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമത്വ ബുദ്ധി നീ ഒന്ന് അഭ്യസിച്ച് നോക്ക്. ഇതുവരെ നീ വളരെ
പാഷനോട് കൂടിയിട്ടാണ് നീ നിന്റെ കർമ്മങ്ങൾ ചെയ്തത്. അതിൻ്റെ ഫലം എനിക്ക് വേണം, ഇതിനുള്ള റിവാർഡ് എനിക്ക് കിട്ടണം, എനിക്ക് അംഗീകാരങ്ങൾ വേണം, എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ഇങ്ങനെ വളരെ രജോഗുണത്തോടുകൂടെ വീറും വാശിയോടും കൂടിയിട്ടാണ് നീ ഇതുവരെ കർമ്മങ്ങൾ ചെയ്തത്. ഇനി നീ ചെയ്യുന്നത് ആ ഒരു വീറും വാശിയുമൊക്കെ മാറ്റിവെച്ച് ചെയ്യേണ്ട കർമ്മത്തെ സ്റ്റഡി ആയിട്ട് ചെയ്യുക. അതിൽ കുറവൊന്നും വരുത്തണ്ട, വളരെ നല്ല രീതിയിൽ ചെയ്യുക. പക്ഷേ അതിലുള്ള ആസക്തിയില്ലാതെ. മാ ബലേഷു കഥാചന യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ. ആ സിദ്ധിയിലും അസിദ്ധിയിലും കുലുങ്ങാതെ, അത് രണ്ടിലും കൊതിയില്ലാതെ, അത് അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ഒരു കർമ്മം ചെയ്താൽ അതിന് ഫലമുണ്ട്, പക്ഷെ അതെനിക്ക് വേണ്ട, അത് ഞാൻ ഈശ്വരന് സമർപ്പിക്കുന്നു, ഈശ്വരൻ അത് വേണ്ടവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ. അത് ആർക്ക് എത്ര ഷെയർ പോകണം എന്നുള്ളത് ഈശ്വരൻ നിശ്ചയിച്ചോട്ടെ. അതിൻ്റെ ബലം അതെനിക്ക് കൊതിയില്ല, അത് ഞാൻ മാത്രം അനുഭവിക്കണം എന്നുള്ള തൃഷ്ണ എനിക്കില്ല. അതാണ് സമത്വബുദ്ധി. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ. അപ്പോൾ ആ ഒരു സമത്വബുദ്ധി അഭ്യസിക്കുമ്പോഴാണ് ഇതുവരെ ആർജിച്ച പുണ്യപാപങ്ങൾ, വാസനകൾ ഉള്ളിലുണ്ടായിരുന്നത് പോകുള്ളൂ. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ജന്മബന്ധ വിനിർമുക്തരായി പദം ഗച്ഛന്തി അനാമയം എന്ന് പറഞ്ഞത് ആ ഉള്ളിലുള്ള വാസനകളെ മുഴുവൻ കളഞ്ഞിട്ട്, പുണ്യപാപ ഫലങ്ങള് രണ്ടിനെയും ഉപേക്ഷിച്ചിട്ട്. സുഹൃത ദുഷ്കൃതേ എന്ന് പറഞ്ഞില്ലേ, ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ആ സുഹൃത ദുഷ്കൃതങ്ങൾ, പുണ്യപാപങ്ങൾ രണ്ടും വെടിഞ്ഞ് ജന്മബന്ധ വിനിർമുക്തന്മാരായി ആ അനാമയമായ പദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ പുണ്യപാപങ്ങൾ പോയാലേ, ആ വാസനകൾ പോയാലേ നിന്റെ ബുദ്ധിയിലെ മോഹകലിലത്തെ നിനക്ക് തരണം ചെയ്യാൻ കഴിയുള്ളൂ. ബുദ്ധിയിലുള്ള സർവ കാലുഷ്യങ്ങളും കൽമഷങ്ങളും കളങ്കങ്ങളും കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ബുദ്ധി കൊണ്ടാണ് നിനക്ക് ഈ ആത്മസ്വരൂപത്തെ അറിയാൻ കഴിയുക. അപ്പം ആ ബുദ്ധിക്ക് ശുദ്ധി വേണം. ആ ശുദ്ധമായ ബുദ്ധി, നിർവേദത്തെ പ്രാപിച്ച ബുദ്ധി, നിസ്സംഗതയെ പ്രാപിച്ച ബുദ്ധി, രാഗമില്ലാത്ത ബുദ്ധി, വൈരാഗ്യത്തെ പ്രാപിച്ച ബുദ്ധി, ഇനി കണ്ടതിലും കേട്ടതിലും ഒന്നും ഒരു തരത്തിലുള്ള കൊതിയുമില്ലാത്ത ബുദ്ധി, എല്ലാം അനുഭവിച്ച് കഴിഞ്ഞു, ഇനിയൊന്നും അനുഭവിക്കാനില്ല, അല്ലെങ്കിൽ എല്ലാം കണക്കന്നെ. ഇതുവരെ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇനി അനുഭവിക്കാനുള്ളതിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒക്കെ കണക്കന്നെ. ഇതുവരെ അനുഭവിച്ചതിൽ മുകളിലൊന്നും ഇനി അനുഭവിക്കാൻ ഇല്ല. ഇതുവരെ അനുഭവിച്ചതിൻ്റെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒക്കെ നഷ്ടക്കച്ചവടം മാത്രമാണെന്ന് ബോധ്യം വന്നു. എത്ര അധ്വാനിച്ചിട്ടാണ് ഇത്തിരി സുഖം കിട്ടുന്നത്? അതൊക്കെ ഭ്രമമായിരുന്നു. ഈ സുഖത്തിന് ഇത്രയൊന്നും അധ്വാനിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സുഖം എൻ്റെ ഉള്ളിൽ തന്നെയാണ്, അത് മൂടിക്കിടക്കുകയായിരുന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെട്ടത്. ആ എൻ്റെ ഉള്ളിലെ എൻ്റെ ആനന്ദ സ്വരൂപത്തെ എൻ്റെ ആഗ്രഹങ്ങൾ മറച്ചു വെച്ചിരുന്നു. ആ ആഗ്രഹങ്ങളെ കൊണ്ട് എൻ്റെ സ്വരൂപമാകുന്ന ആനന്ദം മറഞ്ഞു കിടന്നു. അതുകൊണ്ട് ഞാൻ ഈ പാടൊക്കെ പെട്ടു. ഇപ്പം എനിക്ക് മനസ്സിലായി ആനന്ദത്തിൻ്റെ സോഴ്സ് ഇവിടെ തന്നെയാണ്, പുറത്തല്ല എന്ന്. ഇനി പുറത്ത് കഷ്ടപ്പെടേണ്ട പാടൊന്നുമില്ല. മുമ്പ് ചെയ്ത ആ പ്രാന്തൊന്നും എനിക്കിപ്പം ഇല്ല, അതേപോലെയുള്ള ഭ്രമമൊന്നും എനിക്കിപ്പം ഇല്ല. നിർവേദം ഗന്ധാസി, നിർവേദത്തെ പ്രാപിച്ചു. ഇനി കണ്ടതും കേട്ടതിലൊന്നും ഒരു കൊതിയും ഇല്ല. ഈ ഒരവസ്ഥയെ അർജുന നീ പ്രാപിക്കും. ഇതാണ് ഭഗവാൻ വാക്ക് കൊടുക്കുന്നത്. ഭാഷ്യം നോക്കിയിട്ട് നിർത്താം.
യഥാ യസ്മിൻ കാലേ തേ തവ മോഹകലിലം മോഹാത്മകം അവിവേകരൂപം കാലുഷ്യം യേന ആത്മാനാത്മവിവേകബോധം കലുഷീകൃത്യ വിഷയം പ്രതി അന്ധഃകരണം പ്രവർത്തതേ തത് തവ ബുദ്ധി വ്യതിതരിഷ്യതി വ്യതിക്രമിഷ്യതി ശുദ്ധിഭാവം ആബൽസ്യത്തെ ഇത്യർത്ഥഃ. തദാ തസ്മിൻ കാലേ ഗന്ധാസി പ്രാപ്സ്യസി നിർവേദം വൈരാഗ്യം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച തദാ ശ്രോതവ്യം ശ്രുതം ച നിഷ്ഫലം പ്രതിപദ്യതേ ഇത്യഭിപ്രായഃ. എന്താണ് എന്താ ശ്ലോകത്തിൻ്റെ അഭിപ്രായം? ഭഗവാന്റെ അഭിപ്രായം യഥാ യസ്മിൻ കാലേ, യഥാ എന്നുള്ളതിനർത്ഥമാണ് ഏത് കാലത്താണോ എപ്പോഴാണോ, തേ തേ എന്ന് പറഞ്ഞാൽ തവ നിന്റെ മോഹകലിലം, മോഹകലിലം മോഹാത്മകം അവിവേകരൂപം കാലുഷ്യം, തെറ്റിദ്ധാരണാരൂപമായ അവിവേകരൂപമായ വിവേകം ചെയ്യാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള കാലുഷ്യം, പലതരത്തിലുള്ള കൺഫ്യൂഷനുകളും തെറ്റിദ്ധാരണകളും മൂഢത്തരങ്ങളും ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ബുദ്ധിയിൽ. വേണ്ടാത്തതൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. അതാണ് മോഹാത്മകം അവിവേകരൂപം കാലുഷ്യം. അതാണ് മോഹകലിലം. കാരണം അത് കാരണമായിട്ടാണ് യാതൊന്നിനാൽ ആത്മ അനാത്മ വിവേകബോധം കലുഷീകൃത്യ വിഷയം പ്രതി അന്ധഃകരണം പ്രവർത്തതേ. ഈ കലിലം കാരണമായിട്ടാണ് ഈ അടിഞ്ഞുകൂടിയ അഴുക്കുകള് ഇതാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തിന്? ആത്മ അനാത്മ വിവേകബോധം കലുഷീകൃത്യ, ആത്മാവിനെയും അനാത്മാവിനെയും വിവേചിച്ചറിയുവാനുള്ള എൻ്റെ സാമർഥ്യത്തെ കൺഫ്യൂസ് ചെയ്തിട്ട്, കലുഷമാക്കിയിട്ട്, കളങ്കിതമാക്കിയിട്ട് എന്ത് ചെയ്യണു? വിഷയം പ്രതി അന്ധഃകരണം പ്രവർത്തതേ, മറ്റ് വിഷയങ്ങളുടെ നേരെ എൻ്റെ അന്ധഃകരണത്തെ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ വിഷയങ്ങളിലും സുഖമുണ്ട് എന്നുള്ള തെറ്റായ ധാരണ നൽകി എൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ മറച്ച് ഞാൻ വിഷയങ്ങളുടെ പുറകെ പോകുന്നു. സുഖമില്ലാത്ത അനിത്യവും അസുഖവുമായ വിഷയങ്ങളുടെ പുറകെ ഞാൻ അലഞ്ഞു തിരിയുന്നു. ഒട്ടകം മുൾച്ചെടി തിന്നുന്നത് പോലെ, നായ എല്ലിൻ കഷ്ണങ്ങൾ തിന്നുന്നത് പോലെ, ഒട്ടകം മുൾച്ചെടി തിന്നുമ്പോൾ ആ മുള്ളുകൊണ്ട് അതിൻ്റെ വായിലെ ചോര തന്നെ കിനിയും. ആ ചോരയാണ് അത് ആസ്വദിക്കുന്നത് എന്നിട്ട് വിചാരിക്കുന്ന ആ മുള്ളിലെ ജ്യൂസാണെന്നാണ്. ആ മുള്ള് സ്വന്തം വായിക്ക് മുറിവുണ്ടാക്കി ആ വായിൽ ചോരയുണ്ടാക്കി ആ ചോരയെ ആസ്വദിക്കുകയാണ് ഒട്ടകം. എന്നിട്ട് എന്താ വിചാരിക്കണത്? മുള്ളിന് എന്താ സ്വാദ്, ആ മുള്ളിൽ നിന്ന് എന്ത് നല്ല ജ്യൂസാണ് കിട്ടുന്നത്. ഏത് ജ്യൂസ്? സ്വന്തം ചോര കുടിച്ചിട്ടാണ്, അതിനെ ആസ്വദിച്ചിട്ടാണ് പറയുന്നത് ഈ ഒട്ടകം നല്ല രുചി മുള്ളിന് എന്ന്. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് പിന്നെ വായ പഴുത്തിട്ട് തിന്നാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴോ മറക്കും. വായ ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതേ മുള്ള് തന്നെ പോയി തിന്നും. എന്താ കാരണം? ആ മുള്ളിൽ രുചിയുണ്ട്. ആ മുള്ളിലാണ് രുചി. ആർക്ക്? ഈ മൂട ഒട്ടകത്തിന്. ആ ഒട്ടകവും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ചില എല്ലിൻ കഷ്ണങ്ങൾ തിന്നുന്ന നായയുടെ അവസ്ഥ അത് തന്നെയാണ്. ആ എല്ലിൽ നക്കി അതിൻ്റെ നാവ് പൊട്ടും. ആ എല്ലിൽ ഒരു തുള്ളി മാംസമില്ല, ഒന്നും തിന്നാനില്ല, എല്ലാം തിന്ന് കളഞ്ഞ സാധനമാണ്. തിന്നണ്ടവരെല്ലാം തിന്നിട്ട് എല്ലിനെ കളഞ്ഞതാ. ആ എല്ലിനെയാണ് ഈ നായ നക്കി അതിൻ്റെ നാവ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് ചോര കിനിയുമ്പോൾ അതിന് നല്ല സ്വാദ്. അപ്പൊ എല്ലിലാണ് സ്വാദ് എന്ന് കരുതി എല്ലിനെ നക്കുന്നു. അപ്പൊ ഈ നായയും ഈ ഒട്ടകവും, ഈ മുൾച്ചൊടി തിന്നുന്ന ഒട്ടകവും ഈ വിഷയങ്ങളുടെ പുറകെ പോകുന്ന നമ്മളും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അതാണ് ഇവിടെ നമ്മുടെ ആത്മ അനാത്മ വിവേകബോധം കലുഷീകൃത്യ വിഷയം പ്രതി അന്ധഃകരണം പ്രവർത്തതേ. അങ്ങനെയുള്ള തവ ബുദ്ധി വ്യതിതരിഷ്യതി വ്യതിക്രമിഷ്യതി. ആ ബുദ്ധി വ്യതിതരിക്കുന്നു അഥവാ വ്യതിക്രമിക്കുന്നു. എന്താണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? ശുദ്ധിഭാവം ആപൽസ്യതേ ഇത്യർത്ഥഃ. ആ ബുദ്ധി ശുദ്ധിഭാവത്തെ പ്രാപിക്കുന്നു, ബുദ്ധി ശുദ്ധമാകുന്നു, തെളിയുന്നു എന്നർത്ഥം. അതിലുള്ള കാലുഷ്യങ്ങളൊക്കെ കഴുകിക്കളയുന്നു എന്നർത്ഥം. തഥാ തസ്മിൻ കാലേ,
അപ്പോൾ ആ കാലത്ത് ഗന്ധാസി പ്രാപ്സ്യസി, നീ പ്രാപിക്കുന്നു എന്തിനെ? നിർവേദം വൈരാഗ്യം. നിർവേദം വൈരാഗ്യം, രാഗദ്വേഷങ്ങളില്ലാത്ത അവസ്ഥ. നിന്റെ ബുദ്ധി ഇപ്പോ ന്യൂട്രലായി. അതില് രണ്ട് വാസനകളുമില്ല, രാഗദ്വേഷങ്ങളില്ല. ഉള്ളതുപോലെ കാണാനുള്ള കഴിവുണ്ട്. ഇപ്പോ ശുദ്ധമായി, എല്ലാ പായലും പൂപ്പലും ഒക്കെ കഴുകിക്കളഞ്ഞു. അപ്പൊ നിർവേദം അഥവാ വൈരാഗ്യം. ശ്രോതവ്യസ്യ ശ്രുതസ്യ ച തഥാ ശ്രോതവ്യം ശ്രുതം ച നിഷ്ബലം പ്രതിപദ്യതേ ഇത്യഭിപ്രായഃ. ശ്രോതവ്യം, ഇനി കേൾക്കാനുള്ളതും അനുഭവിക്കാനുള്ളതും, ശ്രുതം ഇതുവരെ കേട്ടതും കണ്ടതും എല്ലാം തന്നെ നിഷ്ബലം പ്രതിപദ്യതേ, ഇയാൾക്ക് ഒരു ഫലവുമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുന്നു. ഈ കഷ്ടപ്പാടുകളൊക്കെ വെറുതെ ആയിരുന്നു എന്നയാൾക്ക് ബോധ്യപ്പെടുന്നു. നിഷ്ഫലം പ്രതിപദ്യത, ഫലമില്ലാത്തതാണ്, തൻ്റെ അധ്വാനമെല്ലാം വ്യർത്ഥമാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു എന്ന അഭിപ്രായം. അപ്പോൾ ഇനി അയാൾക്ക് ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. ശ്രോതവ്യസ്യ ശ്രുതസ്യ ച നിർവേദം ഗന്ധാസി. കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥ, എല്ലാറ്റിൽ നിന്നും മുക്തനാവുന്നു അയാൾ. വിഷയങ്ങൾ ഒന്നിനെയും അയാൾ തൻ്റെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല. അയാളൊരു അടിമയല്ല, അയാൾ ആരുടെയും അടിമയല്ല. അയാൾ പൂർണ്ണ സ്വതന്ത്രനാകുന്നു. എല്ലാ വിഷയങ്ങളിൽ നിന്നും അയാൾ പരിപൂർണ സ്വതന്ത്രനാകുന്നു. ഇനിയും അയാൾ അയാളുടെ സുഖത്തിന് വേണ്ടി ആരുടെയെങ്കിലും പുറകെ നടക്കില്ല. ആൺകഴുതകൾ പെൺകഴുതകളുടെ പുറകെ നടക്കും. ആ പെൺകഴുതകളാകട്ടെ പിൻകാലുകൊണ്ട് തൊഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും വിടാതെ പുറകെ പോകും, എത്ര തൊഴി കിട്ടിയാലും. ഇതുപോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷയങ്ങളുടെ പുറകെ പോകുന്നത്, എന്തെല്ലാം തിരിച്ചടി കിട്ടിയാലും പിന്നെയും പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ. അപ്പോൾ ഇനി കാണാനും കേൾക്കാനും വർത്തിയായിട്ട് ഒന്നുമില്ല എന്ന് ഈ ഒരാൾക്ക് ബോധ്യം വരുന്നു. അയാളുടെ ബുദ്ധി തെളിയുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. മോഹകലില അത്യയദ്വാരേണ ലബ്ധ ആത്മവിവേകജ പ്രജ്ഞ കഥാ കർമ്മയോഗജം ഫലം പരമാർത്ഥയോഗം അവാപ്സ്യാമി ഇതി ചേത് തൽ ശൃണു. അടുത്ത ശ്ലോകത്തിലേക്കുള്ള കണക്ഷനാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. മോഹകലില അത്യയദ്വാരേണ, ഈ ബുദ്ധിയിലെ കാലുഷ്യങ്ങളെയൊക്കെ അതിക്രമിച്ച് അതിലൂടെ, മോഹകലില അത്യയ ദ്വാരേണ, അതിലൂടെ ലബ്ധ ആത്മവിവേകജ പ്രജ്ഞ, ആത്മാനാത്മ വിവേകം ചെയ്യുവാനുള്ള പ്രജ്ഞ തിരിച്ചു കിട്ടിയവനായിട്ട്, നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയവനായിട്ട്, വിവേകപൂർവമായ പൂർണ്ണമായ ബുദ്ധിയോടുകൂടിയവനായിട്ട്, കഥാ എപ്പോഴാണ്, കർമ്മയോഗജം ഫലം പരമാർത്ഥയോഗം അവാപ്സ്യാമി, ഈ ഇത്രയും കാലം കർമ്മയോഗം അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് ഇനി പരമാർത്ഥയോഗം എന്ന് വെച്ചാലോ ആത്മസ്വരൂപവുമായിട്ടുള്ള ഐക്യം, ഈശ്വര അനുഭൂതി, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന മോക്ഷപദവി, അതാണ് പരമാർത്ഥയോഗം. കർമ്മയോഗജ ഫലമായിരിക്കുന്ന പരമാർത്ഥയോഗം അവാപ്സ്യാമി ഇതി ചേത്, ഞാൻ എപ്പോൾ പ്രാപിക്കും എന്ന് അർജുനന്റെ ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ, ചേത് തൽ ശൃണു, കേട്ടോളൂ, എപ്പോഴാണ് നീ ആ ഒരു അവസ്ഥയെ പ്രാപിക്കുക, സമാധിസ്ഥനായി തീരുക, നീ ആത്മജ്ഞാനിയായി തീരുന്നത് എപ്പോഴാണ്? അതാണ് അടുത്ത ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാതേ യദാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധിഃ തദാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്നാതേ യദാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധിഃ തദാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന തേ ബുദ്ധി യഥാ നിശ്ചലാസ്താസ്യതി. എവിടെ നിശ്ചലാസ്താസ്യതി? സമാധൗ നിശ്ചലാസ്താസ്യതി, അചലാസ്താസ്യതി,
തഥാ യോഗം അവാപ്സ്യസി. അപ്പോൾ ശ്രുതി വിപ്രതിപന്ന, ഇതുവരെ വൈദികങ്ങളായ പല കർമ്മങ്ങളെക്കുറിച്ചും കേട്ട് അതിൽ വിവിധങ്ങളായ പ്രതിപത്തിയോടുകൂടിയതായിരുന്നു നിന്റെ ബുദ്ധി. എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡങ്ങളിൽ തൽപരമായിരുന്നു, ഓരോരോ സ്വർഗാദി ഭോഗങ്ങൾക്ക് വേണ്ടി താല്പര്യമുണ്ടായിരുന്നു നിന്റെ ബുദ്ധിയിൽ. അങ്ങനെ ഉണ്ടായിരുന്ന പഴയ ബുദ്ധി എപ്പോഴാണോ മോഹകലിലത്തെയെല്ലാം നീക്കിയിട്ട്, എപ്പോഴാണോ യഥാ സ്ഥാസ്യതി നിശ്ചല, യഥാ സമാധൗ നിശ്ചല സ്ഥാസ്യതി, സമാധിയിൽ അതിൻ്റെ ഉറവിടത്തിൽ, ആ ബുദ്ധി അതിൻ്റെ കേന്ദ്രത്തിൽ എപ്പോഴാണോ സമാധിയിൽ അചലമായി നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നത്, തഥാ യോഗം അവാപ്സ്യസി, അപ്പോഴാണ് നീ പരമമായ യോഗത്തെ പ്രാപിക്കുന്നത് എന്ന്. ഈ ശ്ലോകം നാളെ കാണാം വിസ്തരിച്ച്. 53-ാം ശ്ലോകം വിസ്തരിച്ച് കാണാം. അത് കഴിഞ്ഞ് അർജുനന്റെ ചോദ്യത്തിലേക്ക് വരും. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. അതിനുത്തരമായിട്ട് 18 ശ്ലോകങ്ങളിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം ഭഗവാൻ പറഞ്ഞു കൊടുക്കും. മനോഹരമായിട്ടുള്ള ഭാഗമാണ്. നമുക്ക് നാളെ തുടരാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കാണാം. നാളെ രാവിലെ കാണാം. വൈകുന്നേരം ഗീതയും ഉണ്ടാവും. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.